കോറോം നെല്ലിയാട്ടെ പോലീസ് ഡബ്ബിംഗ് യാർഡിൽ വൻ തീപിടുത്തം. 100-ലധികം വാഹനങ്ങൾ കത്തിയമർന്നു. വിവിധ കേസുകളിലായി പയ്യന്നൂർ പോലീസ് പിടിച്ചെടുത്ത് സൂക്ഷിച്ചിരുന്ന വാഹനങ്ങൾക്കാണ് തീപിടിച്ചത്. കോറോം നെല്ലിയാട്ടെ പോലീസ് ഡംപിംഗ് യാർഡിലുണ്ടായ വൻ തീപിടുത്തത്തിൽ 100-ലധികം വാഹനങ്ങൾ കത്തിയമർന്നു. ബുധനാഴ്ച ഉച്ചയ്ക്ക് 1 മണിയോടെയാണ് സംഭവം. വിവിധ കേസുകളിലായി പയ്യന്നൂർ പോലീസ് പിടിച്ചെടുത്ത് സൂക്ഷിച്ചിരുന്ന വാഹനങ്ങൾക്കാണ് തീപിടിച്ചത്. ഉച്ചയ്ക്ക് 1 മണിയോടെയാണ് തീപിടുത്തമുണ്ടായത്. 100-ലധികം വാഹനങ്ങൾ പൂർണ്ണമായും കത്തിനശിച്ചു. ഏകദേശം 300ഓളം വാഹനങ്ങളാണ് ഈ യാർഡിൽ ആകെ ഉണ്ടായിരുന്നത്. പയ്യന്നൂര്, തൃക്കരിപ്പൂര്, കാഞ്ഞങ്ങാട്, പെരിങ്ങോം, തളിപ്പറമ്പ്, കണ്ണൂര്, മട്ടന്നൂര് നിലയത്തിൽ നിന്നുള്ള 10ഓളം യൂണിറ്റുകൾ ഇവിടെ സ്പോട്ടിൽ ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട്. ഏകദേശം ഒരു 1-1.25 കൂടിയിട്ടാണ് തീപിടുത്തം ഉണ്ടായത്. ഈ ഒരു നല്ല ചൂടിലും അതുപോലെ വാഹനങ്ങൾ ഡംപ് ചെയ്ത സ്ഥലമായതിനാലും തീ പെട്ടെന്ന് തന്നെ അണക്കാനുള്ള ഒരു സാഹചര്യം കുറവായിരുന്നു. ഉച്ചയോടെ പടർന്നു പിടിച്ച തീ നിമിഷങ്ങൾക്കകം ആളിപ്പടരുകയായിരുന്നു. വിവരമറിഞ്ഞ ഉടൻ പയ്യന്നൂരിൽ നിന്നും പരിസര പ്രദേശങ്ങളിൽ നിന്നുമായി ഫയർഫോഴ്സിന്റെ 4 യൂണിറ്റുകൾ സ്ഥലത്തെത്തി. യാർഡിലുണ്ടായിരുന്ന 300ഓളം വാഹനങ്ങളിൽ 100-ലധികം എണ്ണം തീ വിഴുങ്ങി. വേനൽ ചൂട് കടുത്ത സാഹചര്യത്തിൽ യാർഡിലെ ഉണങ്ങിയ പുല്ലിന് തീപിടിച്ചതാണോ അതോ മറ്റെന്തെങ്കിലും കൊണ്ടാണോ തീപിടുത്തമുണ്ടായതെന്ന് വ്യക്തമായിട്ടില്ല. സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ടി.ഐ. മധുസൂദനൻ, പി.കെ. ശ്രീമതി ടീച്ചർ, പയ്യന്നൂർ നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് സരിൻ ശശി തുടങ്ങിയവർ സംഭവസ്ഥലം സന്ദർശിച്ചു. ഇന്നലെ ഉച്ച മുതലാണ് ഇവിടെ കോറോം മുതിയലത്ത് തീപിടുത്തം ഉണ്ടായിട്ടുള്ളത്. ഇവിടെ 10-46 ഏക്കർ ഒരു സ്വകാര്യ വ്യക്തിയുടെ ഭൂമിയാണ്. കഴിഞ്ഞ വർഷവും ഇവിടെ സമാനമായ നിലയിൽ തീപിടുത്തം ഉണ്ടായതാണ്. പക്ഷേ അന്ന് വളരെ പെട്ടെന്ന് തന്നെ തീ അണക്കാൻ വേണ്ടിയിട്ട് പറ്റിയിരുന്നു. ഇന്നലെ ഉച്ചയ്ക്ക് തുടങ്ങിയതാണ്. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം ഫയർഫോഴ്സിൻ്റെ യൂണിറ്റ് വന്ന് തീ അണച്ച് പോയതാണ്. പിന്നെ ഒരു രാത്രി വീണ്ടും ചെറിയ കനൽ ആളിപ്പടർന്ന് തീ വ്യത്യസ്ത നിലയിലേക്ക് പടർന്നിടയുണ്ടായി. രാത്രി ഫയർഫോഴ്സ് യൂണിറ്റ് ഇവിടെ ഉണ്ട്, ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.